അടി കിട്ടി എനിക്കാണല്ലോ. ഞങ്ങൾ വന്ന എന്താന്ന് വെച്ചാ ഒരാളെ പറ്റിക്കണമായിരുന്നു. അപ്പൊ അത് ജ്യൂസ് കഴിക്കും. ഇത് നമുക്ക് ആ ക്ലോസിലിട്ടിട്ട് മറ്റേ ഒരു ഫ്രണ്ടിനെ നിങ്ങൾ നിങ്ങളുടെ പരിപാടിക്കകത്തിട്ട് പറ്റിക്കാൻ പറ്റുമെന്ന് ചോദിക്കും. അവനെ നന്നായിട്ട് പറ്റിച്ച് പേടിപ്പിച്ച് വെറുപ്പിച്ച് ചമ്മിച്ചൊന്ന് മാറ്റി അവൻ എങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന അറിയാവോ? ഹാപ്പി ബർത്ത്ഡേ ടു യു അളിയാ. ഇത് വെള്ളപ്രാവിൻ്റെത്, ഇത് മാടപ്രാവിൻ്റെത്. എന്ത് കാണിക്കാൻ പോണ ട്രിമ്മറും കൊണ്ട്? താടിയും ഇല്ല മീശയും ഇല്ല, നീ എന്നെ പുരികം പഠിക്കാൻ പോണ? ഇത് കണ്ടോ ബ്രോ, അവൻ ഇതുവരെ പണി കൊടുത്തിട്ടുള്ളവരെല്ലാം കൂടി ചേർന്ന് ഉണ്ടാക്കിയ ഗ്രൂപ്പാ. അവനിട്ടൊരു പണി കൊടുക്കാൻ. ഈ പരിപാടിയോടെ അവൻ ബാക്കിയുള്ളവരുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന പരിപാടി നടത്തണം. അതുപോലെ ഒന്ന് പറ്റിക്കണം. പറ്റിച്ചിരിക്കും. അയ്യോ, ഞങ്ങളെ പറ്റിക്കാനല്ല, പുള്ളിയെ പറ്റിക്കുന്ന കാര്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എല്ലാരെയും കുത്തി ഇങ്ങോട്ട് കയറി വന്നാൽ നിങ്ങൾ ഇന്ന് അണിഞ്ഞൊരുങ്ങി നല്ല ഓവറാക്കി ഇങ്ങോട്ട് വന്നു കഴിയാൽ അവന് ഡൗട്ട് അടിക്കൂലേ? അവന് ഡൗട്ട് അടിക്കൂലേ? ഞാൻ ഇവനോട് 1000 പ്രാവശ്യം പറഞ്ഞ ഈ ഓവർകോട്ടൊക്കെ ഓറാണ്. അപ്പൊ നീ എന്താ പറഞ്ഞു? എനിക്ക് കണ്ണുകടിയാണ്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? പ്ലാനൊക്കെ ഇപ്പൊ പൊളിഞ്ഞാൽ ഇടാ പട്ടൻ. നീ കണ്ണാടിയൂരേ? അല്ല, അത് പിന്നെ ഷൂട്ടിംഗ് വെയിലത്തൊക്കെ ആയിരിക്കുമല്ലോ, അപ്പൊ കണ്ണിന് ഒരു കുളിരായിക്കോട്ടെ എന്ന് വെച്ചിട്ട്. നിനക്ക് കണ്ണടിയൊന്നും ഇല്ലല്ലോ. ഊർ അങ്ങോട്ട് മറ്റേ കണ്ണാടിയേറ്റ് അതിനകത്ത് വെള്ളമില്ല, താഴെ ഇട്. ഹലോ, ഇവിടെ രാമ. ആ നീയൊക്കെ പോന്ന്? ഇപ്പൊ വന്നാണ്. എവിടെ പോന്ന്? ഓ, ഞങ്ങള് വെറുതെ റൂമിനകത്ത് വെറുതെ ഇരുന്നപ്പോ പുറത്തോട്ടിറങ്ങിയത്. പുതിയ ഡ്രസ്സൊക്കെ ഇട്ടപ്പോ ഞാൻ വിചാരിച്ച് രമേശ കൂടുതൽ ഓവറാക്കി കഴിഞ്ഞാൽ ചിലപ്പോ ഞാൻ ആ വീഡിയോ വൈറലാക്കുവേ. ആ വേണ്ട, നിന്റെയൊക്കെ 11 മണിയുടെ ബസ്സിൽ കയറാൻ വേണ്ടി പുള്ളി ഓട്ടോ പിടിച്ചു പോയി. ഹലോ ബാഗ്, ഹലോ ചേട്ടാ ബാഗ്, ചേട്ടാ ബാഗ് എടുത്തിട്ടില്ല. നീ വെറുതെ ആവശ്യമില്ലാത്ത വള്ളിയൊക്കെ പിടിക്കുക, അയാൾക്ക് വേണം വന്ന് എടുത്തോളും. അതെ അതെ, ഇങ്ങനെ ബോധവും മക്കളില്ലാത്ത ആൾക്കാരുണ്ട് ഈ നാട്ടിൽ. നമുക്കൊരു മര്യാദ. ഈ ബാഗ് നോക്കിക്കോ. ബാഗ് എന്തിനാ ബാഗ് കൊടുത്തോണ്ട് പോന്നു? സിഗ്നല്. അപ്പൊ ഇവന്മാര് അവരുടെ ആൾക്കാരാ ആയിരിക്കും. ഞാൻ പറയുക എന്നാ നിന്റെ അനുഭവം തെറ്റി. ഇതാ പോന്ന അയാള്. അങ്ങോട്ട് വിടുക. ക്യാമറ ഉള്ളിടത്തോട്ട് കൊണ്ടുപോയിരിക്കണം. മുടിഞ്ഞ ഓട്ടം. സ്റ്റോപ്പ്. ആ താഴെ സ്റ്റോപ്പ്. ഇനി ഓടിക്കരുത്, ഓടിയ ബാഗ് കുലുങ്ങും. ബാഗുലു? എന്റെ ബാഗ് കുലുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. തന്റെ ബാഗോ? നമ്മൾ കണ്ടാണല്ലോ ആ ബസ് സ്റ്റോപ്പിൽ ഒരാൾ നിൽക്കുന്നത്, അയാളുടെ ബാഗാണിത്. അതെ, ഇത് അയാളുടെ ബാഗാണ്. അതെ, ഇത് അയാളുടെ ബാഗാ. പക്ഷെ ഇതിപ്പോ എന്റെ ബാഗാ. ഇനി ഞാനിത് പൂച്ചക്കാട്ടെ കൊണ്ടുവയ്ക്കും. അപ്പൊ ഇടുന്നത് വേറെ ആളുടെ ബാഗാവും. മൊത്തം സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. നമ്മളെന്തിനാ വെറുതെ വേണ്ടാത്ത പള്ളിക്കെട്ട് പിടിക്കും? നമുക്ക് വെറുതെ വിട്ട് പോടാ. എടാ, അയാൾ നിന്നെ മണ്ടനാക്കോ? ഇതൊക്കെ അയാളുടെ അഭിനയമല്ലേ? എടാ ഇവ കള്ളനാടാ. നോ, ഞാൻ കള്ളനല്ല. നീ കള്ളനല്ല പിന്നെ ആരാ? ഞാൻ ദി ഓണർ ഓഫ് ദിസ് ബാഗ്. തനി ബാഗിന് ഓർഡർ ആണെങ്കിൽ തന്റെ എന്നുള്ള തെളിവ് കാണിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ബാഗ് അയാളുടെ എന്നുള്ള തെളിവ് നിങ്ങൾ കാണിക്കും. എടാ, അയാളുടെ ഈ ബാഗ് ആ ബസ് സ്റ്റോപ്പിൽ ഇരിക്കും, നമ്മൾ കണ്ടതല്ലേ? എടോ, ഞങ്ങൾ ഇറങ്ങി വന്നപ്പോ കണ്ടതാണ് ആ ബസ് സ്റ്റോപ്പിൽ അയാളുടെ ഈ ബാഗ് ഇരിക്കുന്നത്. അയാളുടെ ബാഗാ. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഈ ബാഗ് എന്റെ കയ്യിലിരിക്കുന്നത്? അപ്പൊ ഇത് എന്റെ ബാഗാ. ഇല്ല, എനിക്ക് വയ്ക്കും. എടാ, ഇതൊക്കെ അയാളുടെ നമ്പറടാ. അയാൾക്ക് ആ ബാഗിനകത്ത് എന്തോ ഇരിക്കുന്ന അറിയത്തില്ല, അതുകൊണ്ട് അയാൾ ഉരുണ്ട് കളിക്കോളാം നമ്മുടെ മുന്നിൽ. നോ, എനിക്കറിയാം. ബാഗിനകത്ത് എന്തോ ചോദിച്ചിട്ട് തുറന്നു നോക്കടാ. നീ ചോദിക്കും, എനിക്ക് അവനെ കണ്ടുകൂടാ. ആ ബാഗിനകത്ത് എന്താ? 1 കിലോ മാങ്ങ. എന്നാ ഒരു മാങ്ങ. പഴുത്തിട്ടില്ല. ഇവരെ പച്ചയാ ഇഷ്ടം. ഇഷ്ടമാണെങ്കിൽ കടയിൽ നിന്ന് പോയി മേടിക്കണം. എന്റെ ഭാഗം ഞാൻ തരില്ല. കണ്ടാ, ഇവനുണ്ടല്ലോ, ഇവൻ പൂലോ കൂടായിപ്പാണ്. നീ പോലീസിനെ വിളിക്കണം.
പോലീസിനൊന്നും വിളിക്കണ്ട. പോലീസിനെ വിളിക്കണ്ട. ആ ഇത് നമുക്ക് ഡീൽ ചെയ്യാനുള്ളേ ഉള്ളൂ. അതെ, നിങ്ങൾക്ക് ഡീൽ ചെയ്യാന്നുള്ളൂ. നിങ്ങൾ ഡീൽ ചെയ്യും, ഞാൻ പോയിട്ട് വരാം. പിടിക്കണ പിടിച്ചോനാളിയാ പിടിച്ചോനാ ബാഗ് കൊടുക്കല്ലടാ. ഒരു കമ്പും ഇല്ലാത്ത കാട്. ഇത് എന്ത് കാട് ഇത്? ഞാൻ ആരാന്ന് അറിയില്ല. നമുക്കറിയാം, പുതിയ ആളല്ലേ. ഇത് മനസ്സിലായി, ആരും പറയല്ലേ. കളിക്കരുത് നിന്നെ. അളി ഒരാളെ ഇങ്ങോട്ട് വന്നു വലിച്ചത്. എടാ ദിനേശാ, നീ ഇവിടെ കമ്പി പിടിച്ച് കളിക്കാതെ വന്ന് ബാഗ് തുറന്നു നോക്കടാ മോനെ. ബാഗ് തരില്ല, നീ പോകുമ്പോൾ ദിനേശ. ബാഗ് പിടിക്കരുത്, ബാഗ് പിടിക്കരുത്, ബാഗ് പിടിക്കരുത്, ബാഗ് പിടിക്കരുത്. ഇട്ടില്ലളിയാ നിന്റെ മാങ്ങ ഇന്ന് ഞാൻ എടുത്ത് ഉപ്പിലിടും കേട്ടോ. മറ്റേ പുള്ളിയുടെ ടൈം പീസ് ഏതാണ്ട് അടിച്ചോണ്ട് വന്നേക്കാ. ഇത് ടൈം പീസ് അല്ല, ടൈം ബോംബാ. ടൈം ആകുമ്പോ പൊട്ടി പീസ് പീസാവും. അയ്യോ നമ്മളിനി എന്ത് ചെയ്യൂടാ? ടൈം ആവുമ്പോ പൊട്ടി പീസ്. എടാ നീ കൊറേ നേരം കൊണ്ട് ഞങ്ങളെല്ലാം പറ്റിക്കാൻ നോക്കുന്നുണ്ട്. മതി മതി. ബോംബെ ഒന്ന് പോ. കുലിങ്ങ പൊട്ടു. കളി ചുമ്മാ കളിക്കണോ അവൻ? നമ്മൾ താഴെക്കരുത്. 5 സെക്കൻഡ് പൊട്ടും. സിബ് തുറന്നപ്പോ ബോംബ് ആക്ടിവേറ്റ്. ഇനി എന്തായാലും പൊട്ടും. ബോംബ് സ്ക്വാഡിനെ വിളിക്കും. ഐഡിയ തരാട്ടാ. അയ്യോ എൻഗേജ്ഡ്. അയ്യോ എൻഗേജ്ഡ് ആണോ? ഒന്നുകൂടെ വിളി. വിളിക്കും. അയ്യോ ഔട്ട് ഓഫ് കവറേജ്. അയ്യോ, ഔട്ട് ഓഫ് കവറേജ് ആണ്. എടാ ആരെങ്കിലും ഒക്കെ ഒന്ന് വിളിക്കണം. സൗണ്ട് കേൾക്കുന്നില്ല. എടാ ആരെ വിളിച്ചിട്ട് കാര്യമില്ല. ടൈമറിൽ സമയം തീരാറായി. അവര് വരുന്നതിന് മുന്നേ ഈ ബോംബ് അങ്ങ് പൊട്ടും. പൊട്ടും. ഇത് 2 പേരുള്ള ബോംബാലേ. എന്നോടാണ് ചോദിക്കുന്നത്. ഓഫ് ചെയ്യടോ. എനിക്കിട്ട് ട്രെയിനിങ് അനുസരിച്ച് ഇതിനെ തുറന്ന് വലിച്ച ബോംബ് ഡിഫ്യൂസ് ആവും. മറ്റേ വലിച്ച ബോംബ് ഡബിൾ ലോക്കും. പിന്നെ ഡിഫ്യൂസ് ചെയ്യാൻ പറ്റില്ല. 5 മിനിറ്റ് എന്തായാലും പൊട്ടും. അയ്യോ ഡിഫ്യൂസ് എന്ന് പറയാ. ഇതിലാണ് അതിൽ പറഞ്ഞ ഏതാന്ന് പറയണോ? പറയാം. പച്ചയാ. പച്ച പേര്. പച്ചയാ. ഈ താഴോട്ട് പോയിരുന്ന പച്ച പേര്. താഴോട്ട് പോയിട്ടില്ല. പച്ച നോക്ക്, എല്ലാരും നോക്ക്. പട്ടം ചേർന്ന് നോക്ക്. ഇത് കുലുങ്ങിയ പൊട്ടോടാ. എന്റെ ചേട്ടനെ കാണണോ? അവന്റെ അമ്മൂമ്മയുടെ കത്ത്. അങ്ങനെയാണെങ്കിൽ അയാള് പറഞ്ഞ പോലെ പച്ചയെ പിടിച്ച് പിടിക്കാം. അങ്ങനെ ചെയ്താൽ മതിയോ? അയാൾക്ക് ആദ്യം അറിയത്തില്ലെന്ന് ഡൗട്ട് അടിച്ചില്ലേ? ചിലപ്പോ ചുമലാണെങ്കിലും. എടാ, അയാൾക്ക് ട്രെയിനിങ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ. അയാളല്ലേ പച്ച പറഞ്ഞ. അപ്പൊ പിന്നെ പച്ചയായിരിക്കത്തില്ലേ? എടാ ചുമല എന്ന് വെച്ചാൽ സ്റ്റോപ്പ് എന്നായിരിക്കും. ബോംബ് നിർത്താനുള്ള ചുമലായിരിക്കും. എടാ, ചുമല എന്ന് പറഞ്ഞ ഡേഞ്ചർ നല്ലടാ. ചുമല വലിച്ച നമ്മള് മരിക്കും. പച്ച മരിക്കടാ. എടാ എന്തേലും ഒന്ന് ചെയ്യടാ. സമയം പോന്നടാ. പിന്നെ വഴക്ക് വേണ്ട. പച്ച വലി. ഇല്ല, എനിക്ക് ചുമല വലിച്ചാ മതി. എടാ, കളിക്കരുത്. ബോംബ് പൊട്ടും. പച്ച വലിക്കടാ. എനിക്ക് ചുമലയാ ഇഷ്ടം. പച്ച വലിക്കാൻ പറയടാ. എടാ സമയം പോയിക്കൊണ്ടിരിക്കുന്നത്. കൺഫ്യൂഷനിലായല്ലോ. നിനക്ക് ഇഷ്ടമുള്ള വലിച്ചോ. കൈവറക്കുന്നത്. വലിക്കാൻ പോവാ. ചേട്ടന്മാരെ, ക്യാമറയായിട്ട് എല്ലാരും താഴെ വാ. സോറി, തിരിച്ചുപോയി. കൂട്ടം പരിപാടി. ഇന്ന് എല്ലാവർക്കും ഞങ്ങളുടെ വക ട്രീറ്റ്. ഓടിവാ. ഓടിപ്പോയ ചേട്ടാ. നടനെ വിസ്മയമേ പോരെ. ഇവരൊക്കെ വരാത്ത. എടാ നീ ഫോണിൽ വിളിക്കവരെ. ഫോണിൽ വിളിക്കാം അല്ലേ? ചേട്ടന്മാരെ ഓടിവാ. ഇവൻ ചമ്മി നിൽക്കും. ഓടിവാ. വാട്ട്? സോറി ബ്രോ, ഡ്യൂ ടു സം ടെക്നിക്കൽ ഇഷ്യൂസ് ഞങ്ങൾക്ക് ഇന്ന് അവിടെ എത്താൻ പറ്റിയില്ല. ഇത് പറയാൻ ഞാൻ കുറേ ടൈം വിളിച്ചു, ബട്ട് യു ഡിഡ്ന്റ് പിക്ക് ദ കോൾ. എനിവേ ഇന്ന് ഷൂട്ട് നടക്കില്ല. നമുക്ക് വേറെ ദിവസം പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്യാം. ഓക്കെ? അവനിട്ട് പ്രാങ്ക് പോരാട്ടെ, നമുക്കിട്ട് പ്രാങ്കുന്നത്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ബ്രോ? അതല്ലേ പറയാം, നമുക്ക് എത്താൻ പറ്റിയില്ല. ഞങ്ങളുടെ മിസ്റ്റേക്ക് ആണ്. സോറി. പക്ഷെ ഡോണ്ട് വറി, ഒരു കാര്യം ചെയ്യ്.
ഓഫീസിലേക്ക് വാ, നമുക്ക് പ്ലാൻ ചെയ്തിട്ട് വേറെ ദിവസം ഷൂട്ട് ചെയ്യാം. Okay, meet you at office. Bye. എന്തൊക്കെയാണോ നടക്കുന്നത്? നല്ല ആളുണ്ട്, നടുക്കോട്ട് പിടിച്ചിട്ട് സൈഡിൽ തട്ടാൻ ആളുണ്ട്. സെലിബ്രേഷൻ കൊടുക്കാം അല്ലേ? എടാ നീ ഒന്ന് തിരിഞ്ഞേക്ക്, നമ്മളിത് ഊരിത്തരാം. നാണക്കാരനല്ലേ? ഓക്കെ, ഉരിക്കോ.